ഇന്നലെ നമ്മളിപ്പോ ഈ സ്ഥലം വന്ന് മനസ്സിലാക്കിയതിൽ നിന്ന് ഇതിപ്പോ ഒരു വൺ വേ സംവിധാനം ആയിക്കൊക്കെയാണ്. അതായത് TVS ജംഗ്ഷൻ മുതൽ ആര്യാസ് വരെ നമ്മൾ വടക്കോട്ടേക്ക് മാത്രമാണ് വാഹനങ്ങൾ പോകുന്നുള്ളൂ. അപ്പോൾ ഇന്നലത്തെ ഇതിൽ ഇപ്പോൾ ഈ രാത്രി സമയത്ത് ഈ അപകടം നടന്ന സമയത്ത് ഈ റോഡ് വിജനമാണ്, വാഹനങ്ങൾ എതിരെ വരാനില്ല. അപ്പോൾ എതിരെ വന്നിട്ട് വാഹനം വെട്ടിച്ച ഒരു അവസ്ഥ നമുക്കിത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരേ സമയം തന്നെ 2-3 ടാങ്കറുകൾക്ക് തിരിഞ്ഞു ഇതിൽ കടന്നു പോകാനുള്ള ഒരു സ്പേസ് നമ്മുടെ ഈ ജംഗ്ഷനിൽ ഇപ്പം ഉണ്ട്. അപ്പോൾ അത്രയും വലിയ വീതി കൂടിയ സ്ഥലത്ത് ആ ഒരു സൗകര്യം ഇതിന്റെ ഈ ടാങ്കറിന്റെ ഡ്രൈവർ ദുരുപയോഗപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു നിയന്ത്രിത സംവിധാനത്തിലൂടെ പ്രവർത്തിപ്പിക്കേണ്ട ഒരു വാഹനത്തെ, പ്രത്യേകിച്ച് അതിൽ ഉൾക്കൊള്ളുന്ന പ്രൊപ്പല്ലനാണ്, ഹൈലി ഇൻഫ്ലമേബിൾ ആണ്. അത്തരമൊരു ഇന്ധനം കൊണ്ടുപോകുമ്പോൾ എടുക്കേണ്ട ഒരു കരുതൽ ആ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. ആ ഒരു കെയർലെസ്നെസ് നമുക്കിവിടെ കാണാം. കാരണം ഇവിടെ റോഡിൽ ആ ഉരഞ്ഞ രീതി നോക്കുമ്പോൾ ഇവർ വാഹനത്തിന്റെ ആ വേഗത നിയന്ത്രിക്കുന്നതിന് പകരം ഒരു സാധാരണ മട്ടിലെ ഒരു കെയർലെസ്നെസ് അവിടെ ഡ്രൈവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടിട്ടുണ്ടെന്നാണ്. കാരണം വൺ വേ റോഡിൽ മറ്റ് യാതൊരുവിധ തടസ്സങ്ങളും ഇയാളുടെ എതിർഭാഗത്തുനിന്ന് വരുന്നില്ല. അപ്പോൾ സൗകര്യപൂർവ്വം കൊണ്ടുപോകേണ്ട വാഹനത്തെ അദ്ദേഹം അമിത വേഗതയിൽ തിരിച്ചിട്ടുണ്ടാവണം. കെയർലെസ്നെസ് തീർച്ചയായും ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. തീർച്ചയായും അത് ഇങ്ങനെയുള്ള ഇത്തരമുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏജൻസികൾ ഈ ഡ്രൈവർമാർക്ക് അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നു. കാരണം പൊതുനിരത്തിലൂടെ ജനങ്ങൾക്ക് യാതൊരുവിധ ദോഷമില്ലാത്ത അപകടമില്ലാത്ത രീതിയിൽ ഈ വാഹനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല അതിലൊരു സ്പെയർ ഡ്രൈവറിനെ നമുക്ക് കാണുന്നില്ല, അതും വളരെ അത്യാവശ്യമാണ്. കമ്പനികൾ കൂടി ഇത്തരം BPCL പോലെയുള്ള കമ്പനികൾ കൂടി അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ അവർക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്.